നമസ്കാരം. കഴിഞ്ഞ ദിവസം LDFിൻ്റെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ കുട്ടിക്കാലത്തെ ഭീകരമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് തൻ്റെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അരിമാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന റൊട്ടി എന്ന് വിളിക്കുന്ന ഒരു പലഹാരം, അത് ഒരുപക്ഷെ തെക്കൻ ജില്ലകളിൽ ഒറട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ഭക്ഷണ സാധനമാണോ എന്ന് സംശയമുണ്ട്. അത് അമ്മ പൊതിഞ്ഞു തരുമായിരുന്നുവെന്നും അത് മാത്രം കഴിച്ചാണ് താൻ വിശപ്പടക്കിയിരുന്നത് എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി അന്ന് വളരെ വികാരാധീനനായി പ്രസംഗിച്ചത്. സാധാരണഗതിയിൽ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള വികാരാധീനനായി പ്രസംഗിക്കുന്ന പതിവൊക്കെ കുറവാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ഈ വികാരങ്ങളൊക്കെ ഒഴിവാക്കി പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടെന്ന് അദ്ദേഹം വൈകാര്യമായി പ്രസംഗിച്ചു. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് CPIയുടെ നേതാവും മുൻ മന്ത്രിയുമൊക്കെ C. ദിവാകരൻ വലിയൊരു വെടി പൊട്ടിച്ചത്. പിണറായി വിജയന് നെയ്മീനില്ലാതെ, അതായത് വളരെ വിലപിടിപ്പുള്ള മലബാർ ഭാഗങ്ങൾ അയക്കൂറ എന്ന് വിളിക്കുന്ന, തെക്കൻ ജില്ലകളിൽ നെയ്മീൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മീനില്ലാതെ ഊണ് കഴിക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവർ നടത്തിയ ഒരു ജാഥയിൽ, ഈ ജാഥയിൽ LDFിൻ്റെ ഘടകകക്ഷി നേതാവ് എന്നുള്ള നിലയിൽ C. ദിവാകരനും പങ്കെടുത്തിരുന്നു. അങ്ങനെ ഈ C. ദിവാകരനും പിണറായി വിജയനുമെല്ലാം യാത്ര തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നപ്പോൾ ആറ്റിങ്ങൽ ഭാഗത്ത് വെച്ച് അവർക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നത് CPMൻ്റെ നേതാവായിരുന്ന ആനത്തലോട്ട് ആനന്ദിൻ്റെ വീട്ടിലായിരുന്നു. C. ദിവാകരൻ ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും വളരെ രസകരമായി പറയുന്നുണ്ട്. ഉച്ചഭക്ഷണം എവിടെയാണ് എന്ന് പിണറായി ചോദിച്ചപ്പോൾ അത് ആനത്തലവട്ട ആനന്ദിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് പിണറായി ചോദിച്ചു എന്നാണ് C. ദിവാകരൻ പറയുന്നത്. കാരണം ആനത്തലവട്ട ആനന്ദൻ V.S. അച്യുതാനന്ദൻ്റെ അറിയപ്പെടുന്ന ഒരു അനുയായിയായിരുന്നു. അപ്പോൾ ആനത്തലവട്ട ആനന്ദൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം ഒരുക്കിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല C. ദിവാകരൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭക്ഷണപ്രിയനാണ് എന്നാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഏറ്റവും നല്ല മീൻ, അത് നെയ്മീൻ കൂട്ടി മാത്രമേ അദ്ദേഹം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുള്ളൂ എന്നാണ്. ഏതായാലും എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ആനത്തലവട്ട ആനന്ദിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനെത്തുന്നു. അവിടെ മീൻ വിളമ്പുന്നു. ഈ മീൻ നെയ്മീനായിരുന്നില്ല, ചൂര മീനായിരുന്നു. ഇതൊന്ന് അമർത്തി നോക്കിയ പിണറായിക്ക് മനസ്സിലായി ഇത് നെയ്മീനെ പോലെ അത്ര മൃദുവായ മീനല്ല, ഇതെന്ത് മീനാണെന്ന് ചോദിച്ചാൽ ചൂരയാണെന്ന് പറയുകയും അദ്ദേഹം ഭക്ഷണം അവസാനിപ്പിച്ച് ഇറങ്ങി പോവുകയും താൻ AK സെൻറ്ററിൽ കാണും, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് C. ദിവാകരൻ പറയുന്നത്. മാത്രമല്ല അടുത്ത ദിവസം പാറശാലയിലായിരുന്നു ഈ ഭക്ഷണം ഒരുക്കിയിരുന്നത്. അന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന M. സത്യനേശനോട് താൻ ഇക്കാര്യത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുകയും സത്യനേശൻ ആകെ ഭയന്നിരുന്നു എന്നാണ് C. ദിവാകരൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. കാരണം ഇന്നത്തെ ഉച്ചഭക്ഷണം മോശമായ സ്ഥിതിക്ക് നാളെ എന്താവുമെന്ന് ചോദിച്ചപ്പോൾ സത്യനേശൻ അതിരാവിലെ പാളയം മാർക്കറ്റിൽ പോയി നല്ല വലിയ നെയ്മീൻ വാങ്ങിച്ച് കറി വെച്ച് കൊടുത്താൽ പിണറായി വിജയൻ തൃപ്തനാകുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേന്ന് ഉറക്കം പോലും ഇല്ലാതെ M. സത്യനേശൻ പാളയം മാർക്കറ്റിൽ വന്ന് മീൻ വാങ്ങിക്കൊണ്ടുപോയി മീൻ കറിയായും പൊരിച്ചുമൊക്കെ തന്നെ കൊടുത്തു പിണറായി വിജയനെ തൃപ്തനാക്കി എന്നാണ് C. ദിവാകരൻ പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇനിയും വ്യക്തമല്ല. എങ്കിൽ പോലും നമ്മളുടെയൊക്കെ നേതാക്കന്മാരുടെ ഒരു ജീവിത ശൈലിയിലേക്കാണ് ഇത് വിരലിച്ചുകൊണ്ടുന്നത്. പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് തൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ വികാരാധീനരായി പറയുന്ന പലരും ഈ ഭക്ഷണക്കാര്യത്തിൽ കാണിക്കുന്ന ആഡംബരം അത് പലപ്പോഴും നമുക്ക് ചർച്ചാ വിഷയമാകാതെ പോകുന്ന ഒന്നാണ്. പിണറായി വിജയൻ എന്ന് നെയ്മീൻ കൂട്ടി ആണോ ഭക്ഷണം കഴിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുപോലെ അദ്ദേഹത്തിന് മീൻ വലിയ ഇഷ്ടമാണെന്നാണ് C. ദിവാകരൻ പറയുന്നത്. പക്ഷേ C. ദിവാകരനാകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. താൻ വളരെ രസകരമായൊരു അനുഭവമായിട്ടാണ് അത് പറഞ്ഞത് എന്ന് ആരോപണമല്ല എന്നുമാണ് C. ദിവാകരൻ്റെ നിലപാട്. അതേസമയം ആനത്തലവട്ട ആനന്ദിൻ്റെ മകൻ, ആനത്തലവട്ട ആനന്ദൻ ജീവിച്ചിട്ടില്ല, അതിൻ്റെ മകൻ പറയുന്നു ഇതൊരു തെറ്റായ പ്രസ്താവനയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് തങ്ങളുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് മടങ്ങിയത്. അല്ലാതെ ചൂരമീൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല എന്നാണ് ആനത്തലവട്ട ആനന്ദൻ്റെ മകൻ പറയുന്നത്. മാത്രമല്ല ആനത്തലവട്ട ആനന്ദനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ തന്നെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടാണ് പിണറായി വിജയൻ പോയത് എന്നാണ് മകൻ പറയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളെ പലപ്പോഴും C. ദിവാകരൻ നടത്തുന്ന ചില പ്രസ്താവനകൾ വിവാദമായി മാറാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും താനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് C. ദിവാകരൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഈ നേതാക്കന്മാരിൽ പലരും അവരുടെ ഈ ആഡംബര ജീവിതം, അതായത് പലരും വെള്ള വസ്ത്രം ധരിച്ചതായിട്ടായിരിക്കും നമ്മൾ കാണാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ വില കൂടിയ ഡ്രസ്സായിരിക്കും ഇവർ ധരിച്ചിട്ടുള്ളത്. അതുപോലെ ഭക്ഷണക്കാര്യത്തിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നത് നമ്മളാരും കാണാറില്ല. ഏറ്റവും മുന്തിയ വിഭവങ്ങളില്ലെങ്കിലും മുഖം കറക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് നേരത്തെ തന്നെ ഇവർക്കായി ഭക്ഷണം ഒരുക്കുന്നവർ ആ വിഭവങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുന്നു. അതല്ലാതെ നേതാവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന നേതാക്കൾ പലരും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് 1991 കാലഘട്ടത്തിൽ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂർ ദർശനത്തിലെത്തിയ ദിവസം സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നൽകിയ ഭക്ഷണത്തിലെ ചമ്മന്തി നേരെ അരഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അതിന് കാരണക്കാരൻ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് CPM നേതാക്കൾ നിരന്തരമായി അന്ന് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അത്തരത്തിൽ അന്ന് കരുണാകരനെതിരെ ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് നെയ്മീനില്ലാതെ ഊണ് കഴിക്കാൻ കഴിയില്ല എന്ന് വിലപിക്കുന്നത്. ഏതായാലും നെയ്മീൻ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വിലപിടിപ്പുള്ള മീനാണ്. ഒരു ചെറിയ കഷ്ണത്തിന് പോലും
500, 600, 700 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇതിനുള്ളത്. അത്തരത്തിലുള്ള മീൻകൂട്ടി മാത്രമേ ഈ ആധുനിക യുഗത്തിലെ സഹാക്കൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ അധ്വാനിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര പേർക്ക് ഈ നെയ്മീനും കൂട്ടി ദിവസവും പോയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടി വരും. ഏതായാലും മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം അയക്കൂറ എന്ന് വിളിക്കുന്ന ഈ മീനിനോട് അവർക്ക് എല്ലാവർക്കും വലിയ താല്പര്യമാണ്. തെക്കൻ ജില്ലയിലുള്ളവർക്ക് നെയ്മീൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ പലരെയും ഇത് കഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഇതിൻ്റെ തീവില തന്നെയാണ്. ഏതായാലും സീതിവാരൻ ഇപ്പോഴും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ആനത്തലോട്ടം ആനന്ദൻ്റെ മകൻ അക്കാര്യം നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഇനി യാഥാർത്ഥ്യം എന്താണെന്ന് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് ഈ യാത്രയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും തന്നെ രംഗത്തെത്തി വിശദീകരിക്കേണ്ടി വരും.